ട്രാഫിയോടെ ഭാഷ കൊണ്ട് ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أبى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه സ്വാമിജി ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയിരിക്കുന്ന സഹോദരന്മാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ MSS ആഴ്ചതോറും ഇപ്പോൾ 2 ആഴ്ച തോറും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് TTSC അഥവാ ടേബിൾ ടോക്ക് ഫോർ സെൽഫ് എംപവർമെൻ്റ് എന്നുള്ളത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി അത് ഓൺലൈനിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മുടെ സൗഹൃദത്തിൻ്റെ ഊഷ്മളത ഒന്ന് ഊട്ടിയുറപ്പിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യം നടക്കാറില്ല. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നപ്പോൾ TTSC വീണ്ടും ഓഫ്ലൈൻ ആകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ CCI വഴി നമ്മുടെ അതിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹഫീസ് സാഹിബ് അറിയിച്ചത് ആദരണീയനായ സ്വാമിജിയുടെ എത്തി ദുബായിലുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുവാനുള്ള അവസരം TTSC പ്ലാറ്റ്ഫോമിലൂടെ ഒരുക്കിയാലുമെന്ന്. അപ്പോൾ TTSC വീണ്ടും ഓഫ്ലൈൻ ആക്കുമ്പോൾ അതിന് ഇത്രയും അനുയോജ്യനായ ഒരു വിശിഷ്ടനായ ഒരു വ്യക്തിയെ, ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയെ കിട്ടുമ്പോൾ പിന്നെ അത് നീട്ടിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഈ വേദിയിലേക്ക്
സ്വാമിജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും MSSന്റെ പേരിൽ CCയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നാസിർ സാഹിബ് അദ്ദേഹത്തെ ഒന്ന് ഔപചാരികമായി, ഞാൻ ഔപചാരികമായെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്, കാരണം അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഔപചാരികമായൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തും. കൂടാതെ ഇന്ന് നമുക്കറിയാം, ഇന്ന് UAE നവംബർ 30 രക്തസാക്ഷി അനുസ്മരണ ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യരുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യരെ തന്നെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യർ തന്നെ കാവൽ നിന്നുകൊണ്ട് അതുവഴി അങ്ങനെ അവരുടെ ജോലിക്കിടയിൽ രക്തസാക്ഷിത്വമായി വരിക്കേണ്ടി വരിക, അത് മനുഷ്യവർഗത്തിനല്ലാതെ മറ്റൊരു വർഗത്തിനും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ജവാന്മാർ, രക്തസാക്ഷിത്വം വരിച്ച ജവാന്മാരുടെ, പ്രത്യേകിച്ച് UAE രക്തസാക്ഷികളായ ജവാന്മാരുടെ അനുസ്മരണത്തിന് വേണ്ടി 1 മിനിറ്റ് നമുക്കൊന്ന് മൗന പ്രവർത്തനം നടത്താം. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ സ്വാമിജി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിമിഷങ്ങളെ ധന്യമാക്കാൻ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും സർവശക്തന്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും നൽകണമെന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിന് ആകമാനം മാതൃകയും അനുഗ്രഹവുമായി മാനവിക സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് പ്രവാചകനെയും പ്രവാചക ചര്യകളെയും തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിൽ അസഹിഷ്ണുതയും അധർമ്മവും പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം സംഘടിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ചില നിമിഷങ്ങൾ നമുക്ക് സന്തോഷ നിമിഷങ്ങളായി മാറും. അതുപോലെ ഒരു നിമിഷത്തിലാണ് നാം ഉള്ളത്. ഈ ഭൂമി ലോകത്ത് നാം ഓരോരുത്തരും ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ശേഷം വരുന്ന തലമുറ ഓർമ്മിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നമ്മുടെ പ്രവാചക തിരുമേനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞതും മനസ്സിലാക്കിയതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും എല്ലാം ആയി എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് പരിചയപ്പെടുത്തലുകൾ ഒട്ടും ആവശ്യമില്ലാത്തതും സോഷ്യൽ മീഡിയകളിലെ നിറസാന്നിധ്യവും മാനവിക സൗഹൃദത്തിനും മതസൗഹാർദ്ദത്തിനും തൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ നീക്കിവച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ആദരണീയനായ സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ ജന്മം കൊണ്ട് തൃശ്ശൂർ സ്വദേശിയാണ്. കർമ്മം കൊണ്ടാവട്ടെ ഉത്തമനായ ഒരു ലോക പൗരനാണ്. ഹിമാലയ സാനുക്കളിൽ കൃഷിവര്യന്മാരോടൊത്ത് സഹവസിച്ച് നേടിയ ആധ്യാത്മിക സമ്പത്ത് ലോകരുടെ അന്തരംഗങ്ങളിൽ തന്നാലാവും വിധം പടർത്തിക്കൊണ്ട് അദ്ദേഹം സ്വന്തം ജന്മത്തിന് മാറ്റിവെക്കുകയാണ്. മഹിമയേറിയ ഈ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ തപസ്. ആ തപസ്സിന്റെ ഭാഗമായിട്ടാണ് സ്വാമിജി ഇന്നിപ്പോൾ നമ്മുടെ എല്ലാം കർമ്മഭൂമിയിൽ എത്തിയിരിക്കുന്നത്. ദുഷ്ടനും ദുർഭാഗ്യമായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
നീതിമാനും നിർമ്മലനുമായ ലോക ചരിത്രത്തിലെ ഉത്തമ ഭരണാധികാരിയാക്കി മാറ്റിയ പ്രവാചകന്റെ ശക്തി സൗന്ദര്യത്തെയാണ് മാലോകർ ജീവിത മാതൃകയാക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതുമെന്ന സ്വാമിജിയുടെ പ്രസ്താവനയെ ഇന്ന് മുസ്ലിം ലോകം ആദരവോടെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അനേക വർഷം ഹിമാലയത്തിലായിരുന്ന സ്വാമിജി ഇപ്പോൾ സ്ഥിരമായി താമസമാക്കിയിട്ടുള്ളത് ചെന്നൈയിലാണ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിന് ശേഷം വളരെ കുറഞ്ഞ നിമിഷങ്ങൾ സ്വാമിയുമായി സംവദിക്കാൻ ചോദ്യോത്തര വേദിയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരവും വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ UAE സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന MSS ആണ് CCIAക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ട പിന്തുണ നൽകിയത്. നിസ്വാർത്ഥരായ അംഗങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ MSS ഈ MSSുമായി പല വേദികളിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് CCIAക്ക്. അതിൽ CCIAക്ക് അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. തുടർന്നും ഈ സഹകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുക്കി തന്ന MSSനോടുള്ള നന്ദിയും കടപ്പാടും സന്തോഷവും രേഖപ്പെടുത്താൻ ഈ അവസരം CCIA ഇവിടെ വിനിയോഗിക്കുകയാണ്. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിഷയം നമ്മളുമായിട്ട് പങ്കുവെക്കാൻ സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ വലിയ വലിയ വെടികളൊക്കെ പൊട്ടിക്കുമെങ്കിലും ഞാനൊരു ട്രഡീഷണൽ ആയിട്ട് സ്പീക്കറല്ല, ഒന്നും പഠിച്ചു വരാറുമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം മറന്നുപോയത്. വേദിയിലിരിക്കുന്ന സ്ഥലത്തിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുകുമാരമായിക്കൊണ്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ പറയും, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ആദ്യം വേദിയിലിരിക്കുന്നവർക്ക് നമസ്കാരം പറയണം, പിന്നെ സദസ്സിലിരിക്കുന്ന നമസ്കാരം പറയണമെങ്കിൽ പറയാൻ എനിക്കറിയില്ല. എൻ്റെ പരിപാടികൾ മുഴുവൻ അടച്ചിട്ട് മുറിക്കകത്തൊരു ഗുഹാവാസിയാണ് വാസുദേവൻ. ഞാൻ ഇവിടെ നാട്ടിലും പറയാറുമില്ല. ചെന്നൈയിലല്ല വാസുദേവൻ, ചെന്നൈയിൽ നിന്ന് മാറിയിട്ട് എവിടെയോ ആണ്. എന്തുകൊണ്ടാണ് പറയാന്ന് വെച്ചാൽ പേടിച്ചിട്ട്. ആരെ പേടിയെന്ന് അറിയാമല്ലോ. വെറുതെ ജീവൻ കളയണ്ടല്ലോ തല്ലിപ്പൊളികളായിട്ട് മത്സരിച്ചിട്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പോകാറില്ല വാസ്തവത്തിൽ. പണ്ടൊക്കെ നമ്മൾ നാട് വിട്ടു കഴിഞ്ഞാൽ ദുബായിലാണെങ്കിലും ഏത് സ്വർഗത്തിലാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ നാട്ടിലേക്ക് പോകുക എന്നുള്ളൊരു മനോഗതമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ബോംബെയിൽ പോയപ്പോൾ, ഡൽഹിയിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇനി കുട്ടികൾ തയ്യാറില്ല. കേരളത്തിൽ പോകാൻ തയ്യാറില്ല. അവർ എല്ലാ രീതിയിലും ഗോഡ്സ് ഓൺ കൺട്രി എന്നത് മറിച്ചിട്ട് വായിക്കുന്ന ഗതികേടിലെത്തി നമ്മുടെ നാട്ടിൽ. മുഖാമുഖം നോക്കി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. വാസ്തവത്തിൽ ഞാനീ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാളെ ഞാൻ പറയുമ്പോൾ അത് അതിന് മഹത്തായൊരു വാക്ക് ഞാൻ ചേർക്കുന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ ഹൈക്കൽ മുഹമ്മദ് പറയും, മുഹമ്മദ്, വെറും മുഹമ്മദ്. ഇതിനെക്കുറിച്ച് എന്നോട് വേറൊരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീയാണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, MA ഇരിക്കുകയാണ്, ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ രജിസ്ട്രാറാണ് അവർ. ഞാൻ ഇടാന്ന് പറയുമ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, ഒരു നല്ല പ്രസംഗികയാണ്. അപ്പൊ ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്ന ആളാണല്ലേ? ഇത് ശിവന്റെയും വിഷ്ണുവിന്റെയും പോലെ സങ്കല്പമല്ല അല്ലേ? ഇതാണ് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി എന്നർത്ഥം. അതായത് അന്യോന്യം കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുത്തി വെച്ചതിൽ മുസ്ലിം സമുദായത്തിൽ ഉസ്താദുമാർക്കും പങ്കിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഞാൻ പ്രസംഗം തുടങ്ങാറ്. അവരെ വിളിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പത് ഈ ആലപ്പുഴയിൽ ഈ അടുത്ത കാലത്ത് ആർക്ക് വേണ്ടി പ്രസംഗ സമയത്ത് കറക്റ്റ് കുത്തുബ അല്ലെങ്കിൽ ജുമാ നമസ്കാര സമയത്ത് കടന്നു വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല ഇവിടെ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഗതികേട് വന്നുള്ള ഏറ്റവും വലിയ രസം. അതായത് ഞാൻ നമ്മളുടെ പാണക്കാട് ജൂനിയർ പാണക്കാട് തങ്ങൾ അവരേക്കും കൂടിയിട്ട് ജലീൽ, മന്ത്രി ജലീലും കൂടിയിട്ട് എറണാകുളത്തൊരു പ്രോഗ്രാം വന്നപ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസ് വന്നിരുന്നു. അങ്ങനെ പ്രസംഗം തുടങ്ങിയെന്ന് അറിയും. ഇങ്ങനൊരു സഭ വിളിച്ചു കൂട്ടിട്ട് ഗതികേട് വന്ന് നാണക്കേടാണെന്ന് ഒരുപാട് ആൾക്കാർ ഇരിക്കുകയാണ്.
അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മതസൗഹാർദ്ദ സമ്മേളനം എന്നാണ്. ഒരു മതസൗഹാർദ്ദ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടി വരുന്ന ഗതികേട് കൊണ്ടാണ് വാസ്തവത്തിൽ. ഞാൻ അതിൻ്റെ പ്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ, ചില നുറുങ്ങ് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഞാൻ ഈ രംഗത്ത് കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഭൂമിക പോലെ അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് പറയണ്ടേ. അതങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി കടന്നു വന്നതൊന്നല്ല. അറിയാതെ ഞാൻ നിയോഗിതനാകുകയാണ്. എങ്ങനെയൊക്കെയോ നിയോഗിതനായതാണ്. ഞാൻ ഹിമാലയത്തിലായിരുന്നു. എന്നെ കാണാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, ഉയരമുണ്ട്, തടിയുണ്ട്, പ്രമേഹമില്ല, പ്രഷറുമില്ല, കൊളസ്ട്രോളും ഇല്ല, പിന്നെന്താണ് തൈറോയിഡുകളൊന്നുമില്ല. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അംഗത്തിന് ബാല്യമായിട്ട് ഇപ്പോൾ ഞാൻ 66 വയസ്സാണെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുടെ പേര് രംഗനാഥൻ സ്വാമി എന്നാണ്. രണ്ടാം വിവേകാനന്ദൻ. സ്റ്റാലിൻ്റെക്ക് സുഹൃത്തായിരുന്നു രംഗനാഥൻ സ്വാമിയുടെ രണ്ടാം വിവേകാനന്ദൻ. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അവരുടെ ചില പ്രഭാവങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പോയി ചെന്യാവശ്യം ചേരുന്നതും. ഞാൻ പിന്നീട് മറ്റേത് ദയാനന്ദ ആശ്രമത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. അവിടെ പോയിട്ട് ഒരുപാട് പഠിക്കണം. 8 വർഷമായി സംസ്കൃതമാണ് വാസ്തവം. ഹെഡ് ബ്രേക്കിംഗ് ആണ്, ഹാർട്ട് ബ്രേക്കിംഗ് ആണ് സംസ്കൃതം. അവിടെ സംസ്കൃതം ക്ലാസ് എടുത്ത് നമ്മുടെ ഉള്ളിൽ നോക്കുന്നു. അതൊന്നും അറിയില്ല, കാരണം ഇത് അവർക്ക് അറിയാവുന്ന കാര്യമുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സിൽ പോകാണ്ടായി. അവർ പറഞ്ഞു, ഈ ക്ലാസ്സിൽ നീ ഉറങ്ങിക്കോ, ആ കേട്ടുകൊണ്ടൊരു സംസ്കാരം നിങ്ങൾക്ക് കിട്ടുന്നു. ഇതിൽ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സാവുന്നത്. 8 വർഷമായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. 4 വർഷം ക്ലാസ്, പിന്നെ 4 വർഷം ഞാൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമായിട്ട് മാറി. നാഗപ്പൂര് ഞങ്ങളുടെ ആശ്രമത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വെൽഡാറ്റി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് സന്യാസം കിട്ടുന്ന സമയത്ത് സ്വാമിയെ പറഞ്ഞു, ഓരോരുത്തരോരുത്തരെ വിളിച്ചിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു, മറ്റേ ദയാനന്ദ സരസ്വതി വിളിച്ചു, ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഒരു ട്രസ്റ്റി നിങ്ങളെല്ലാവരും പറയുക രജനീകാന്താണ് കേട്ടോ. അപ്പം പിന്നെ ഒരു ട്രസ്റ്റി നരേന്ദ്ര മോദിയാണ്. പിന്നെ ഒരുമിച്ച് പഠിച്ചതാണ് നമ്മളുടെ ടിങ്കു, ഉത്തർപ്രദേശിലെ യോഗി, ഒരുമിച്ച് പഠിച്ചതാണ്. അന്നും ടങ്കൻ സ്വഭാവം. ഓടി വരും, ബ്രഹ്മജി മാട്ടാല, മറ്റേ ഇവരെ ഹിന്ദുവിനെ മാട്ടാല എവിടെ കേരളത്തിൽ. അവസാനം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ കാര്യം ചെയ്തിട്ട് ടിക്കറ്റ് നിങ്ങളെ പോയിക്കോ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല. പിന്നെ ഒരു വാക്കുകൂടിയും പറഞ്ഞു തന്നു. അതറാൻ പറ്റുകയോ അല്ലാതെ ആരെങ്കിലും അതിനറിയാം, നീ എന്താ മന്ത്രിയാവാൻ പോവാണോ, പഠിക്കണ പറഞ്ഞു, മന്ത്രിയാ, അതെന്തോ പറ്റേ. അങ്ങനെ ഒരു പരമ്പര. ആ പരമ്പരയിൽ നിന്ന് പോയിട്ട് എന്നെ അവസാനം പറഞ്ഞു, യു ഗോ ടു വാൻകൂവർ, കാനഡ. ഈ കാനഡയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 10-35 ഗുജറാത്തികളുണ്ടാവും, 2 മലയാളികളുണ്ടാവും. അതിനറിയാൻ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് വലിയ വിഷമമായി. ശരിയെന്ന് പറഞ്ഞു. ഓക്കെ അതായിരിക്കും എൻ്റെ നിയോഗം. അവിടെ 366 ദിവസം തണുപ്പാണ്. അവിടെ പോയിട്ട് കാര്യമില്ല വാസന. നമ്മൾ സുഖമായിട്ട് അവിടെ ജീവിച്ചു പോകാൻ നടത്തും. ഞാൻ പുറത്തു വരുന്ന സമയത്ത് മഹതി എന്നൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്കവിടെ പോകണമെന്നുണ്ട്, നീ ഇവിടെ തന്നെ നിന്നാൽ ഞാൻ ആൺകുട്ടിയല്ലേ, നീ പോയി പറഞ്ഞോളാൻ പറഞ്ഞു. അവൾ പോയിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ പോകണം താല്പര്യമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ദെൻ യു ഡു വൺ തിങ്, യു ഗോ ടു കേരള. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നോ ബഡി ഈസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ് വിത്ത് എ ഗാർലൻഡ്. കേരളത്തിൽ നിന്നെ ഹ്യൂമാനിറ്റി സ്വീകരിക്കാൻ ഹിന്ദുക്കൾ ഉണ്ടാവില്ല കേട്ടോ. ഹിന്ദുവിനെ സേവിച്ച് കഴിയുന്നതിന് കിട്ടിയിരുന്ന ആത്മഹത്യ എന്നൊരു വാക്കൊന്നൊരു പറഞ്ഞു ദയാനന്ദ. എന്നാലും നീ നീ ബാഹ്യമായിട്ടും ശക്തനാണ്. 2 ഇടി കൊടുത്ത് കിട്ടിയാലും അത് വാങ്ങിച്ചു വെക്കാനുള്ള ശേഷി എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിലാണ് പറഞ്ഞത്. പക്ഷെ എത്രയും വിചാരിച്ചില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊരു 5-6 വർഷം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു രാജകുമാരി ഇപ്പോൾ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കാര്യം പറയാം. എന്നാലും പറയാണ്, ഈ ജന്തുക്കൾ എന്ന വാക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും രണ്ടാമത് എനിക്ക് ഹിന്ദുക്കളെന്നേ പറയുള്ളൂ. മനസ്സിലാക്കി വെക്കേണ്ടതാണ്, അവർക്ക് ഇതൊന്നും യാതൊരു താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന 8 വർഷം ഡിലീറ്റ് ചെയ്ത് കളയാണ് ഞാൻ ചെയ്തത്. വെറുതെ കളഞ്ഞ പോലെ. അതായത് ഇതിനകത്ത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അള്ളാഹു അപ്പർ ലാ ഇലാഹ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ലാ ഇലാഹ മറ്റേ ദൈവമില്ല അള്ളാഹു അല്ലാതെ, അതങ്ങനെ പറയാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ അറിയാലോ ഡിബേറ്റുകളായിട്ട് നടക്കുന്നത്. അതിനെവിടെയും പറഞ്ഞത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, ഇല്ലാത്തതാണ്, ഉള്ളവർ തോന്നുന്നതാണ്. അതിന് സനാതന ധർമ്മം അതാണ് പറയുന്നത്. എല്ലായിടത്തും ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, 2 ഇല്ല എന്നാണ് പറയുന്നത്. ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നും ഇല്ലാത്ത ഒന്ന് എന്നുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. എല്ലാ മതവിശ്വാസം അതാണ് അൾട്ടിമേറ്റ്ലി. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ലാത്തൊരു സാഹചര്യം. നമ്മൾ പഠിച്ചു വെച്ച വേദാന്തത്തിൻ്റെ ഒരറ്റം പോലും രുചിച്ചു നോക്കാൻ ഒരാൾ തയ്യാറില്ല. പന്നിയുടെ മുമ്പിൽ കുത്തിട്ട് കൊടുത്ത പോലെ കുത്താൻ വരികയാണ് എന്നെ. വലിയൊരു പ്രോഗ്രാംസ് എല്ലാം നടത്തി.
അവസാനം സത്യം പറഞ്ഞാൽ ഒരു തരം അനാഥത്വം, വിശ്വാസത്തിന്റെ അനാഥത്വം പേര് നടക്കുന്ന ആളുകളുടെ ഇടയിൽ ഞാനൊരു അനാഥനായിട്ട് മാറി ഞാൻ തിരിച്ച് ഋഷികേശിന് പോകണ്ടായത്. ഇനി ഇവിടെ കേരളത്തിലേക്ക് ഐ വിൽ നെവർ കം ഡൗൺ, ഒരിക്കലും ഞാൻ വരില്ല. ഞാൻ ഋഷികേശിലേക്ക് പോകേണ്ടായത്. പിന്നെ ഋഷികേശിൽ അവിടുത്തെ ഉത്തരകാശി പറഞ്ഞാൽ തീരുമാനത്തിനകത്തായി പോയി. അത് അവിടെ ഹരിപർവ്വതം എന്നൊരു പർവ്വതമുണ്ട്, അതിനകത്ത് മനുഷ്യവാസമൊന്നുമില്ല. വല്ലപ്പോഴും അവിടെയാണ് താമസിച്ചത്. ഏകദേശം 3 വർഷത്തോളം അവിടെ താമസിച്ചു. ഒരു മനുഷ്യവാസമില്ല, ഒന്നുമില്ല, ഫോണും ഇല്ല, ഒന്നുമില്ല, സുഖം. അങ്ങനെ അവിടെ താമസിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ അതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ മദ്രാസിൽ വരാറുണ്ട്, തിരുവണ്ണാമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാറുണ്ട്, അപ്പോൾ യാത്രകൾക്കായിട്ട് വരാറുണ്ട്. അവിടെ വെച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സന്യാസ സുഹൃത്ത് തന്നെയാണ്, അങ്ങനെ മുഴുവൻ പിടിച്ച് അത് യൂട്യൂബ് എന്താണെന്ന് എനിക്കറിയില്ല, അതിന് കൂട്ടിട്ടു. അതിന് കെട്ടിക്കൊടുത്ത എന്താ അറിയാമോ, സ്വയം നന്നാവാൻ കഴിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകിനടാ ജന്തുക്കളെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ അങ്ങനെ കൂട്ടിട്ടു. അതിൻ്റെ രാത്രി 12 മണിയായപ്പോഴേക്കും 80,000 പേര് കണ്ടത്. അപ്പം എന്നോട് 80,000 പേര് കണ്ടണം. ആ കണ്ടതാണ്. എനിക്കൊന്നും അറിയില്ല, യൂട്യൂബ് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ അടിയിൽ തെറി പ്രളയം, നീ എവിടുത്തെ സ്വാമിയാടാ എന്ന് പറയും. അന്ന് ഞാൻ കാര്യം മനസ്സിലായി, എൻ്റെ അസാമാന്യ സാധ്യതകൾ. യൂട്യൂബ് എന്താണെന്ന് പോലും എനിക്ക് 3-4 വർഷം മുമ്പ് അറിയില്ലായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരായിട്ട് ഇങ്ങനെയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യമാണ്. അയാൾ കൂടെ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് എത്രയാണ്, സ്വന്തം പ്രമാണങ്ങൾ ഈ ലോകത്തിലെ ഏത് മറ്റേ കാനിബോൾസ് ഉണ്ട്, their own God, their own scripture എഴുതി വെച്ചതായിരിക്കില്ല. അവർക്ക് അവരുടെ ദൈവം, അവരുടെ കാര്യങ്ങളുണ്ട്. ഇതില്ലാത്തൊരു വർഗമായിട്ട് മാറി കേരളത്തിൽ ശങ്കരാചാര്യ ജനിച്ച അതേ പറയുന്നു. ഇതൊന്നുമില്ലാത്തൊരു സ്ഥലമായിട്ട് മാറി. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തുനിന്ന് അന്ത്യേഷ്ടികാവും ഏറ്റുവാങ്ങുന്നത് വരെ 20 അതായത് പറയുന്നത് മാതാപിതാജമേ ശത്രു ഏന ഭാര്യേന ഭാഗ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാതാവും പിതാവുമാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. തൻ്റെ അടുത്ത തലമുറയ്ക്ക് ഏന ഭാര്യേന ഭാഗ്യത. ബാല്യകാലത്ത് തന്നെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുന്ന അച്ഛനും അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, പുറത്തു പോകുന്ന സമയത്ത് ഈ കൊക്കുകളുടെ ഇടയിൽ, അരയന്നത്തിനിടയിൽ കൊക്കുകൾ നിൽക്കണ പോലെ നിൽക്കേണ്ടി വരും. മറ്റേ എന്തായാലും പറയുക, പഠിപ്പിച്ചില്ല എന്ന് ചെയ്യാൻ. ആ സമയത്ത് ആരെയാ ശപിക്കുക? സ്വന്തം അച്ഛനമ്മമാരെ. അതുകൊണ്ട് വരുന്ന തലമുറയെ പരിപൂർണമായിട്ടും അനാഥത്വത്തിലേക്ക്, വിശ്വാസത്തിന്റെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു 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 വർഗമായിട്ട് മാറി. അവിടെ എനിക്ക് എന്താ അവിടെ കാര്യം? എനിക്കവിടെ യാതൊരു കാര്യമില്ലെന്നർത്ഥം. അങ്ങനെ ഞാൻ നിരാശനായിട്ട് ഞാൻ മദ്രാസിലും അവിടെ മറ്റേ എന്തായാലും പറയാം, നമ്മളുടെ ഋഷികേശിലുമായിട്ട് ഷട്ടിൽ അടിച്ച് നടക്കും. അങ്ങനെ പോകും, ഇവിടെ വരും, അങ്ങനെ പോകും. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും, അവിടെ പോകും. ക്ലാസ്സുകളുണ്ട്. പിന്നെ ക്ലാസ്സുകൾ ഇംഗ്ലീഷുകാർക്കും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ചാൻഡിങ്ങിൽ ഞാൻ വിദഗ്ധനായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് വൈദഗ്ധ്യം ഉണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ചു വന്ന കാര്യമാണ്. സൂക്തങ്ങളൊക്കെ ചൊല്ലാൻ അതിന് സ്വരമുണ്ട്. അപ്പോൾ ഞാൻ മ്യൂസിക് പഠിച്ച ആളായതുകൊണ്ട് സ്വരങ്ങൾ ചെല്ലാൻ പറ്റും. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വ, അതിനൊക്കെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഞാൻ വിദഗ്ധനായതുകൊണ്ട് ഇംഗ്ലീഷുകാരും പഠിക്കുമെന്ന് അവരായിട്ട് പഠിപ്പിച്ച് ഞാൻ കേരളം മറന്നു. ഞാൻ അവിടെ തന്നെയായിരുന്നു. ഇനി ഇടയ്ക്ക് ഇവിടെ ഈ വരവിൽ ഈ ഒരു സാധനം, യൂട്യൂബിൽ വന്ന ഈ സാധനം, ആ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് ഒരാൾ, നേരെ പേര് നസറുദ്ദീൻ എന്നാണ്, കളമറ്റ നസറുദ്ദീൻ, മറ്റേ ഗ്രൂപ്പിൻ്റെ അതൊക്കെ പറയും. ആളെ അറിയും, നിങ്ങൾ എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നത്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി വിളിച്ചിട്ട് കാര്യമായി സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോളുടെ വിവാഹമാണ്. അദ്ദേഹത്തിൻ്റെ മോളുടെ അല്ല, അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മോളാണ്. പക്ഷെ അനുജൻ മരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ മോളുടെ വിവാഹമാണ്, സ്വാമി ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞു. എന്തോ ഞാനിങ്ങനെ വരില്ലെന്ന സാധനം പറയുള്ളൂ. എൻ്റെ ഫോൺ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ ആരാന്ന് ആദ്യം പറ. ഇതൊന്നും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല. എന്തോ എൻ്റെ കഴിഞ്ഞ സഹോദരനോ അനുജനോ മറ്റൊരാളെന്നുള്ള എനിക്ക് ഞാനും അവർ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ പറ്റി എനിക്ക് ടിക്കറ്റ് വേണം കേട്ടോ. അത് ഇത്രയും തടിയുള്ള ഒരാളാണ്, അവരുടെ മേലെയും കയറി കിടക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അത്രയും ടിക്കറ്റ് വന്നു, എല്ലാം റിസർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ എല്ലാം വന്നു. ഞാൻ അവിടെ എത്തി. ആ കല്യാണത്തിന് പങ്കുകൊണ്ടു. ഇവിടെ ഹാദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വന്നിരുന്നു. അവർക്ക് വന്നു. പല വലിയ വലിയ ആൾക്കാർ, ഇടവരം മറ്റേ മന്ത്രിയുടെ അഞ്ചൻ, അങ്ങനെ പല ആൾക്കാരും വന്നു. ഒരാളെന്നെ തിരിച്ചറിയുന്നു. എനിക്ക് വലിയ സന്തോഷം. പോരുന്ന സമയത്ത് വലിയൊരു പെട്ടിക്കകത്ത് നിറച്ച് പുസ്തകം എനിക്ക് തന്നു. ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ നമുക്ക് എല്ലാവർക്കും ഉള്ള രോഗം ഏകദേശം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. ഷക്കീലിനൊക്കെ ഉണ്ടാവും. ആരെങ്കിലും സ്കൂൾ കാലത്തിൽ പുസ്തകം വായിച്ച് രസിക്കാറുണ്ടോ? പുസ്തകം വായിച്ച് നോക്കിയ സന്തോഷം അങ്ങനെ ആർക്കും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പുസ്തകം കണ്ടാൽ എനിക്ക് ഉറപ്പാണ്. അതും അതിൽ ഏറ്റവും വലിയ പുസ്തകമാണ് ഹൈക്കലിൻ്റെ മുഹമ്മദ്. നിങ്ങളാരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല.
അപ്പം ഇത് വന്നിട്ട് അത് ഈ പുസ്തകത്തിൽ മുഹമ്മദ് നബിയുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതണോ ഓ അപ്പം ഇത് വായിച്ചോളൂ ഓ ഞാൻ പറയുന്നത് ഞാൻ എടുത്തോട്ട് നോക്കില്ലായിരിക്കും. പക്ഷെ നല്ല പുസ്തകമാണല്ലോ, എൻ്റെ ലൈബ്രറിയിൽ ഇങ്ങനെ കാഴ്ച പുസ്തകമായിട്ട് വെക്കാമല്ലോ. ഞാൻ കൊണ്ടുപോകുന്നു. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ ചോദിച്ചു ഞാൻ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നത് മനസ്സിലാവട്ടോ നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് മുഹമ്മദിന്റെ പുസ്തകം. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലുള്ളൊരു ബുദ്ധി പെട്ടെന്ന് ഒരു ബുള്ളറ്റ് കണ്ണു പോലെ വന്നത്. ഞാൻ നടക്കുകയാണ്, മഴയുണ്ട് ഇവിടെ, ഞാൻ വീട്ടിൽ നിന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ഇനി അങ്ങനെ വിളിച്ചാൽ നാളെ വിളിച്ചാൽ മതിയല്ലോ. ഉടനെ തന്നെ ഈ പുസ്തകം എടുത്ത് തുറന്ന് പ്രസാദ് കുറിപ്പ് എഴുതിയാളുടെ പേര് ഈജിപ്ഷ്യനാണ്. ഇങ്ങനെ അവസാനം മറിച്ചപ്പോൾ ഒരു പേര് കിട്ടി. എന്നെ പ്രസവിച്ച അമ്മ തന്നെ സത്യം, ശ്രുതി മാതാക്കളെ സത്യം, ദൈവമേ സത്യം. ആദ്യം കിട്ടിയ വാക്കെന്തായെന്ന് പറയും. ആ കുട്ടി അവൻ മുഹമ്മദ് മദീന മുതൽക്ക് ഇന്നത് പറയുന്ന സാഹചര്യം മനസ്സിലിച്ച് വിഷമം തോന്നും. മദീന മുതൽക്ക് ഈ മക്ക വരെ കണ്ണീരെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അവൻ സ്വന്തം അച്ഛനും പിതാവിനെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ഇത് കൊള്ളാലോ. അപ്പം ഞാൻ നോക്കിയത് ഏതാ ഈ മുഹമ്മദ് നോക്കിയപ്പോൾ ഈ മുഹമ്മദ് നബിയെ തന്നെയാണ്. ചെറുപ്പത്തിൽ മദീനയിലേക്ക് ബന്ധുക്കളെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ മരിച്ചു, വഴിക്ക് വെച്ച് മരിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, എനിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ ഇവിടെ വരെ എത്തുന്ന ഒരു ചരിത്രം. ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും, അതായത് എന്താണ് പറയുക, അബുത്തുവാലിബ് ബന്ധത്തിലുള്ള ആൾ കാരണവരാണ് വളർത്തിയത്. ഇത്രയായ സമയത്ത് ഞാൻ എന്നെ കുറിച്ച് ഓർത്തു, വല്ലാത്തൊരു സിമിലാരിറ്റി. എൻ്റെ അച്ഛനെ എനിക്ക് 6 വയസ്സുകൊണ്ട് നഷ്ടപ്പെട്ടതാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അമ്മയെ എടുത്തു വളർത്തി, അവരുടെ മകനായിട്ട് എടുത്തു വളർത്തി. എൻ്റെ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വർഷത്തിൽ വലിയ കാണാറുണ്ട് എന്നർത്ഥം. എടുത്തു വളർത്തിയത് എൻ്റെ മുത്തച്ഛനാണ്. ഇതും കഴിഞ്ഞു പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില അന്നത്തെ കാലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ വികൃതിത്വം എന്ന് പറയുന്ന വികടത്തരം എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അതായത് പ്രതിമകളും മറ്റുള്ള കാര്യങ്ങളിലും അല്ല, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റേ കല്ലിലോ മണ്ണിലോ മരത്തിലോ എല്ലാം ദൈവം ഇരിക്കുന്നത്. അവന് ബഹുദൈവ ആരാധന സമ്പ്രദായം 300ഓളം ദൈവങ്ങളെ കൊണ്ടുവച്ച് അതിൻ്റെ മുമ്പിൽ കടന്നാലും കുത്തി വീണ് കരയിലും പിടിക്കലും അതിനെതിരെ എന്നും നബി തിരുമേനി അഥവാ മുഹമ്മദ് എതിരായിരുന്നു. ആദ്യത്തെ ഇതിലങ്ങനെ മുഹമ്മദ് എതിരായിരുന്നു. ഇവിടെ NGC ചെയ്തതാണ്. 14 വയസ്സിൽ ഗുഹാക്ഷേത്രത്തിൽ അവിടെ ചരിത്രമാണ് ഇന്നത്തെ. ഗുഹാക്ഷേത്രത്തിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ ചന്ദനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കടപ്പള്ളി അകത്ത് കയറിയിട്ട്, അതെൻ്റെ വീട്ടിൽ അത്യാവശ്യം മോശമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഇതുപോലെ തന്നെ ആൾക്കാരായിരുന്നോണ്ട് എനിക്കെന്തും ചെയ്യാനൊരു ഇതുണ്ടായിരുന്നോണ്ട് പേടിയുണ്ടായിരുന്നില്ല. ആ കടപ്പള്ളിക്ക് അകത്ത് കയറിയിട്ട് ചന്ദനം എടുത്ത് കൊടുത്തിട്ട് എൻ്റെ സുഹൃത്തുക്കൾ മുണ്ടം കൊടുത്തു. അയാൾ ആ ചന്ദനത്തിന് വട്ടി മുകളിൽ വലിച്ചെറിഞ്ഞ് പറഞ്ഞു കൊണ്ടുപോടാൻ നശൂലമേ എൻ്റെ മുഖത്ത് എറിഞ്ഞത്. അതിനകത്ത് കാരണം ബ്രാഹ്മണനെ ധ്യാനം കൊടുത്തത്. അപ്പോൾ അയാൾ പറഞ്ഞു പോയിട്ട് മണിയടിച്ചു തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ മണിയടിച്ചു തോന്നുന്നു മറ്റടുത്ത് കയറി. എന്നാൽ പൂജ ആയിക്കോട്ടെ ഇന്നത്തെ പൂജ എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറി അവിടെ ഒരു പൂവെടുത്ത് ശിവലിംഗത്തിൻ്റെ മേലെ ഇട്ടു. ശംഭോ മഹാദേവ ആണ് എൻ്റെ അവസാനത്തെ അമ്പലപ്രവേശനം. പിന്നെ പുറത്തു വന്നു, ആൾക്കാരൊക്കെ ഒത്തുകൂടി. അപ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് ഒച്ചപ്പെട്ടെന്ന് പറയും. ഒരു പറഞ്ഞു കുട്ടിയെ തല്ലാനും ഞങ്ങൾ സമ്മതിക്കില്ല, മാപ്പ് പറയുക എന്തുകൊണ്ട് ചെയ്ത് അങ്ങനെ മൂലയ്ക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ വന്നതിനെ തല്ലി. ഒരു പ്രശ്നം തീർന്നു. അന്ന് അവിടെ രാംജയസ്വാമി ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ആൾക്കാരാണ് നാളെ ഈ ധർമ്മത്തിൻ്റെ രക്ഷകരായിട്ട് മാറുന്നൊരു വാക്കും ഞാൻ വെച്ച് കേട്ടു. അതോടുകൂടിയിട്ട് എൻ്റെ ഈ അമ്പലപ്രവേശനവും കാര്യങ്ങളൊക്കെ നിർത്തി. ഇത് തന്നെയല്ലേ വാസുദേവൻ മുഹമ്മദ് നബിക്ക് സംഭവിച്ചത്, നബി തിരുമേനിക്ക് സംഭവിച്ചത്. അതും അതിനകത്ത് വന്നിട്ട് ഇതെല്ലാം ശരിയെന്ന് പറഞ്ഞു അവിടുന്ന് ഓടിച്ചു. എനിക്കും അതുതന്നെയാണ് ഉണ്ടായത്. എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മയും മരിച്ച സമയത്ത് എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന സമയത്ത് എന്നെ എതിർക്കാൻ വേണ്ടി ഒരു വിങ്ക്. എൻ്റെ അമ്മയ്ക്കൊന്നും അവിടെ വോയിസ് ഇല്ല. അവിടെ എൻ്റെ വലിയച്ഛനായിട്ട് നിങ്ങൾക്ക് കേട്ട കാര്യങ്ങളായിരിക്കും, ഞാൻ നിർപ്പിക്കുന്നില്ല. കുടുംബകാരി ആയതുകൊണ്ട് അയാൾ പക്ക RS-കാരൻ. എനിക്ക് ഉയരമുണ്ട്, തടിയുണ്ട്, കാണാൻ കൊള്ളുന്ന ഒരാൾ. അപ്പോൾ എന്നെ എങ്ങനെയും സപ്രസ് ചെയ്യുക, ഡിപ്രസ് ചെയ്യുക എൻ്റെ മനസ്സിനെ. അതിൻ്റെ ശ്രമങ്ങൾ ഞാൻ തിരിച്ചു അടിയോടടി എന്തിനു പറയുന്നു. ഞാൻ എന്നേക്കായിട്ട് നാട് വിട്ട് പോവുകയാണ്, എവിടേക്കൊക്കെയോ പോകുന്നു. ആ പ്രയാണം സത്യം പറഞ്ഞാൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്, പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്, മലപ്പുറം ബസ് സ്റ്റാൻഡിൽ എനിക്കറിയില്ല, എറണാകുളം ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ആ കിടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വെക്കും നാളെ കാലത്ത് 3 മണിയുടെ ബസ് ഏതാ, 4 മണിയുടെ ബസ് ഏതാ. അപ്പോൾ പോലീസുകാരെ മുന്നിൽ വെക്കും ഇതറിയാൻ പോണേ. ഞാൻ കാലത്ത് 3 മണിയുടെ ബസ്സിൽ കന്യാകുമാരിക്ക് പോയിരിക്കുക. ഉത്തരം ക്ലിയർ അല്ലേ, ഒന്നും പറയില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു. അതായത് മറ്റേ ഉടുതുണിക്ക് മറുതുണി ഉണ്ടോ വെച്ചാൽ അത് മാത്രമായിട്ടുള്ള ജീവിതമായിരുന്നു. പിന്നെ ആ ജീവിതത്തിൽ അവസാനം ഞാൻ നടനായിട്ട് മാറി. ഞാൻ നടക്കുന്ന സമയത്ത് KPSC മുമ്പ് KPSC കണ്ടു. അവിടെ കയറിയ സമയത്ത് എന്തോ ദൈവം ചിലതൊക്കെ ഇല്ലാണ്ടാക്കും, അതോടൊപ്പം ചിലതൊക്കെ ഉണ്ടാക്കി തരും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക.
ഞാനവിടെ APC കയറി. അത് അവരുടെ നാടകവും മറ്റുള്ള ഫേമസ് അല്ലേ. അവിടെ കയറിയ സമയത്ത് അവിടെ അതിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു, വാസുപിള്ള. അവർ പറഞ്ഞു ഇരിക്കും കേട്ടോ, ബാസിയാർ വരട്ടെ എന്ന്. ഞാൻ എന്തിനു ബാസിയാർ വരട്ടെ, ഞാൻ എന്തിനാണോ, ഞാൻ വെറുതെ കാണാൻ കയറിയതാണ്. ഞാൻ അവിടെ ഇരുന്നു. ബാസിയാർ വന്ന സമയത്ത് അന്ന് PK വാസുദേവൻ നായരും OMV കുറുപ്പും കേരാഹു മാഷും കൂടിയിട്ട് മീറ്റിംഗാണ് അവിടെ APCയുടെ. എന്നോട് വിളിച്ചു, ഇതിനു മുമ്പ് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ എവിടെയാണ് നാട്? ഞാൻ തൃശ്ശൂരാണ് എൻ്റെ നാട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, താപതിന് നാടകമുണ്ട്, അത് കാണും, ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ശരി എന്നും പറഞ്ഞു. നാടകത്തിൽ എന്തിനു പറഞ്ഞു, ഞാൻ KPS അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറുകയാണ്. കയ്യിൽ ദിവസവും 2 കളിയുണ്ടെങ്കിൽ 160 രൂപ, എല്ലാവർക്കും വലിയൊരു തുകയാണത്. അവസാനം ഒരു 10-16,000 രൂപ കയ്യിലായോട് കൂടിയിട്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് കാട് കയറുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് കാടെന്ന് പറഞ്ഞാൽ. കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പശുമാട്ടം കാണാം. അങ്ങനെ ഇവരോടൊക്കെ സെല്ല് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഞാൻ കാട് കയറാൻ പോയി. ഇടമരക്കുടി എന്ന് പറയും, അതായത് ഹിമാലയൻ പർവ്വത നിരകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പർവ്വത നിര നമ്മളുടെ പശുമാട്ടമാണ്. അവിടെ ഏറ്റവും വലിയ ഇത് ആനമുടിയാണ്, ഏറ്റവും വലിയ ഉയരം കൂടി കൊടുമ്പി. ഹിമാലയൻ പർവ്വത നിരകൾ കഴിഞ്ഞാൽ അവിടെയായിരുന്നു എൻ്റെ താമസം. ഏകദേശം 8 വർഷത്തോളം ഞാൻ കാട്ടിലുണ്ടായിരുന്നു മാസം. അവിടെ അങ്ങനെ പെട്ടെന്ന് കയറി പോകാൻ പറ്റില്ല, കാട്ടിൽ കയറി പോകാൻ പറ്റില്ല. അങ്ങനെ എന്തിനും പറയുന്നു, എൻ്റെ ജീവിതചക്രം പല രൂപത്തിലൂടെ മാറ്റി മറിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഈ പുസ്തകത്തിൽ ഇതെല്ലാം വായിച്ച സമയത്ത് ഇതൊക്കെ എൻ്റെ ഇടയിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് അവരേക്കും ബഹുദേവതാരാധന അറിയാലോ. അങ്ങനെ വന്ന സമയത്ത് എന്നെ അവരൊരു, അതായത് വെറുവിട്ടി എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ലക്ഷ്യം പറഞ്ഞു, അവൻ വെറുവിട്ടിയാണ്, അവനവൻ്റെ വഴിക്ക് വിട്ടോളാം, നേരെയാവില്ല എന്ന്. ഞാൻ അവിടെ അമ്പലത്തിലൊന്നും കയറാറില്ല, ഒന്നുമില്ല. എനിക്കെന്തൊരു അറപ്പും വെറുപ്പ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതോ ഒരു പുണ്യമായിട്ട്, ഒരു പൂർവ്വജന്മ പുണ്യമായിട്ട് വന്ന് കയറിയത്. ഇതൊന്നുമല്ല ശരി. കുറേ സാധനങ്ങൾ അതിനെ കുത്തിവെച്ച്, പല രൂപങ്ങൾ കുത്തിവെച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാവുന്നു, 30 കോടി ദേവതകൾ, ഇതെല്ലാം ശരി എന്നുള്ളൊരു ധാരണ എന്തോ എൻ്റെ മനസ്സിലേക്ക് വന്നു വീണു. അതുകൊണ്ട് ആ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടുകയാണ്. അവിടെ നിന്നാണ് ഹിജറ ആരംഭിക്കുന്നത്. എവിടേക്ക്? ഋഷികേശ് എന്നേക്കുമായിട്ട് പോവുകയാണ്. കേരളം വിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് എൻ്റെ വിശ്വാസപരമായിട്ടുള്ള അനാഥത്വം, ഇതെല്ലാം ശരി എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. പിന്നെ ഏതാ ശരിയെന്ന് അറിയില്ല, അതാണ് അനാഥത്വം. ഏതാ ശരിയെന്ന് അറിയില്ല, കേട്ടത് ശരിയല്ല. ആ ഒരു അനാഥത്വത്തിന്, ആ ഒരു ശൂന്യതയ്ക്ക് ഒരു മാറ്റം വരുന്നത് ഋഷികേശ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നു. തിരിച്ചു വന്നു. ആ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. തിരിച്ചു വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ വിശ്വാസപ്രകാരം മുത്തുക്കളാണ്, അതായത് ഉപനിഷത്തുകൾ. ഏകം സദ്ബ്രഹ്മ വിപ്രാവൃതാവതന്തി, സത്യം ഒന്നേ ഉള്ളൂ. വിപ്രമാരുടെ അറിവാളികൾ പല രൂപത്തിൽ പറയുന്നു, പല പേരുകളിൽ പറയുന്നു എന്നുള്ള ആപ്തവാക്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് കാര്യം, ഇവിടെ കഥകളുടെ മേലെ കഥകൾ, ഇതൊക്കെ പറയാതെ എന്നെ കിട്ടും. ചമ്രം മടിഞ്ഞിരുന്ന് ഭാഗവതം പറയാനൊന്നും എന്നെ കിട്ടില്ല. ആ ഒരു ഭാവമല്ല എൻ്റേത്. ഏതായാലും എൻ്റെ അത്രയും കാലം ഞാൻ പറഞ്ഞില്ല, ഡിലീറ്റഡ് ആക്കി മാറ്റി. ശരിയാവില്ല, മനസ്സിലായി. ആ സമയത്താണ് ഈ പുസ്തകം കിട്ടുന്നത്. ഞാനത് ഇത് വായിച്ചപ്പോൾ ഒരു രസമാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ചില അതിനുള്ള സാദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വായിച്ച് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്ക വിജയം, ഞാൻ എൻ്റെ നാട്ടിൽ എന്നെ ദ്രോഹിച്ച ആൾ 4 കാലുമ്പോൾ കിടക്കുന്ന സമയത്ത് ഞാനവിടെ 142 ദിവസം ഗീത നടത്തുക. വലിയ മക്ക വിജയം. അത്രയും ആൾക്കാർ, ഒരുപാട് കൊച്ചി മഹാരാജാവ് വരുന്നു, അവിടുത്തെ MLA വരുന്നു, ഇന്നത്തെ മന്ത്രി രാജൻ വരുന്നു, പഴയ മന്ത്രി സുനിൽകുമാർ വരുന്നു. ഞങ്ങൾക്ക് സുഹൃത്തുക്കളാണ്. ഇവിടെ വരുന്നു വലിയൊരു തേറമ്പൽ രാമകൃഷ്ണൻ, ഒരു തരത്തിലുള്ള മക്ക വിജയം. ഞാൻ അവിടെ പോയി നേടിയെടുത്തത്, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി വന്നാൽ പറയാം, അവൻ അവിടെ വേറെ ബിസിനസ് ആയിരുന്നു നോക്കിയാൽ പറയാം. പക്ഷെ അറിവ് വേറെ ബിസിനസ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. അത് ഞാൻ മക്ക വിജയത്തിൻ്റെ ഒരു തരി അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം മുഴുവൻ വായിക്കുക. പുസ്തകം വായിച്ചു തുടങ്ങും. അതിനുള്ളൊരു പരിപാടി ഞാൻ കണ്ടക്ട് ചെയ്തതാണ്. എൻ്റെ മനസ്സിലൊരു സന്തോഷത്തിന്. ഇതാരും അക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിച്ചില്ല. കാരണം ഗീത പറഞ്ഞവനെ 3 വർഷം മറ്റേ ഫേസ്ബുക്കിൽ വേറെ ആളത് കൊണ്ടിട്ടത്. എന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ 5-6 വർഷം കഴിയുമ്പോൾ 118 പേര്, 212 പേര്, അതിൻ്റെ കൂടുതൽ കുറേ ആൾക്കാർ തെളിയും പറയും, നിനക്ക് വേറെ തൊഴിലൊന്നും ഇടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് ഞാൻ വെറുതെ കയറ്റിയിട്ടു. അതായത് എന്താ പേരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇതിനകത്ത് തന്നെ കിട്ടിയൊരു പേരാണ് എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇങ്ങനെ പറയുക, സോന്നാണോ സ്വാന്നാണോ? ഉടനെ തന്നെ ഉസ്താദിനെ വിളിച്ചൊരു ഫൈസി, അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത്. എനിക്ക് ഒരുപാട് അലിയാർ കാസ്മിക്ക് എനിക്ക് നല്ല പരിചയമുണ്ട്, എല്ലാവരും നല്ല പരിചയമുണ്ട്. ജഫ്രി മുത്തുബൈ തങ്ങളുമായിട്ട് നല്ല പരിചയമുണ്ട്, സൗഹൃദ ബന്ധമാണ്. അബൂബക്കർ സാഹിബായിട്ട് അങ്ങനെയില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഞാൻ അങ്ങനെ ഒരു ഇത് ആരംഭിക്കുകയാണ്. എൻ്റെ മനസ്സിലെ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, 2 എന്ന് പറഞ്ഞിട്ട് ആ 1 ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ നോക്കിയ സമയത്ത് 700-800 പേരത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ, സ്ത്രീകളടക്കമുള്ള ആൾക്കാരുടെ കമൻസ്. ഞാൻ പിന്നെ ആവേശഭരിതനാവുകയാണ് വാസ്തവത്തിൽ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ പുതുചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നാണ് നടത്തുന്നത്. ഞാൻ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. കാരണം ഇന്ന് ഞാനിവിടെ നബി തിരുമേനി ഹിറാ ഗുഹയിൽ പോയിട്ട് ജബലന്നൂർ അവിടെ വിട്ട് ഗുഹയിലിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വായിക്കുകയെന്ന് പറഞ്ഞു. ഈ വായിക്കാൻ അറിയാത്തവനോട് വായിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗബ്രിയേൽ മാലാഖെ വിട്ട് അള്ളാഹ് ഒരു കിഴങ്ങനല്ലാതെ ആരാ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിനെ കിഴങ്ങൻ വെച്ചാരാന്നറിയാമോ? ആ മഹദി ടീച്ചർ. ഏതിൻ്റെ ടീച്ചറാണെന്ന് എനിക്കറിയില്ല. അത് ഞാനാ മറുപടി കൊടുത്തത്. ആ വായന വേറൊരു തരം വായനയായിരുന്നു. അത് കണ്ണൂട്ടുള്ള കാണലോ നാക്കൂണ്ടുള്ള വായിക്കലോ. അത് ഈ മറ്റേ ഉപനിഷത്തിന് വാക്യമുണ്ട്, പരാഞ്ചികാനി വിതൃണ സ്വയം ബഹു തസ്മാത് പരാങ്പശിതനാന്തരാത്മൻ കശ്യത്തീര പ്രത്യേക ആത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുര അമൃതത്വമിച്ചൻ. ഈ കണ്ണുകളെ മുഴുവൻ പരാഞ്ചികാനി മുന്നോട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. ദൈവത്തോടത്തോട് ശാപമാണ്. നീ അതോട് കണ്ട് അത് മതിയാക്കിയിട്ട് ഈ ഭൗതിക കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ഈ ഭൗതിക ലോകത്ത് പിന്മാറിയ നിന്റെ ഭാഗ്യം. പരാഞ്ചികാനി വിതൃണ സ്വയം ബഹു തസ്മാത് പരാങ്പശിതനാന്തരാത്മൻ. ഇത് മനസ്സിലാക്കുന്നവൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലോട്ട് വലിക്കുന്നു. കശ്യത്തീര പ്രത്യേക ആത്മാനമൈക്ഷത്. അതിന് ചില ധീരന്മാരായിട്ടുള്ള ആളുകൾ അവൻ്റെ ഉള്ളിലേക്ക്, അവൻ്റെ പരമാത്മാവിലേക്ക്, അവൻ്റെ ആത്മാവിനെ തിരിച്ചുകൊണ്ട് സത്യത്തെ അറിയുന്നു. ആ വായന അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ വായന കാക്ക ഗംഗ അല്ലെങ്കിൽ ABCDEF അതെല്ലാം ഇവിടെ സംഭവിച്ചു. പിന്നെ എൻ്റെ സ്വതസിദ്ധമായിട്ട് കുറേ വാക്കുകളും പ്രയോഗിച്ച് കൂടിയിട്ട് ആ പെണ്ണ് വല്ലാതെ എനിക്കെതിരെ തിരിഞ്ഞു. ഇപ്പോഴും എവിടെയും പിടിക്കും എന്തൊക്കെയോ പൊട്ടിക്കേണ്ടതെന്ന് കേട്ടാൽ ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. അവിടുന്ന് വാസ്തവത്തിൽ ഞാൻ തുടങ്ങി വെക്കുകയാണ്. എനിക്കിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ചരിത്രങ്ങളെ എനിക്കറിയുള്ളൂ. ഖുറാൻ പഠിച്ചവനാണ് ഇസ്ലാമിനെ അറിയുന്നവൻ. കാരണം അതിനകത്ത് ഒരുപാട് ഹിഡൻ ലാംഗ്വേജ് ഉണ്ട്. ഒരു വാക്കിനകത്ത് പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ അല്പാക്ഷരം അസഗ്നിഗ്ധം സാരവത് വിശ്വതോമുഖതൊക്കെയാണ് പറയുക. അല്പാക്ഷരമായിരിക്കും, അല്പാക്ഷരം അസഗ്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്പാക്ഷരം അസഗ്നിഗ്ധം സാരവത്തായിരിക്കും, വിശ്വതോമുഖമായിരിക്കും. ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടായിരിക്കും. അത് ഞാൻ കമ്പ്യൂട്ടർ വെച്ചിട്ട് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നവരെ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഏതൊരു ആചാര്യൻ്റെ കീഴിൽ പോയിട്ട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുള്ളൂ. പക്ഷേ കഥകൾ അഥവാ ചരിത്രം, എന്നെ കോരിത്തരിപ്പിച്ച ചരിത്രം, എല്ലാവരും പലരും എന്നോട് ചോദിച്ചു. എൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, പലരും ചോദിച്ചു നിങ്ങൾക്കെന്താണ് ഈ ഇസ്ലാമിനോട് ഇത്ര ഖുറാനോട് ഇത്ര താല്പര്യം? ഞാൻ പറഞ്ഞു ഞാൻ ഖുറാനിലൂടെയല്ല ഖുറാനെ കണ്ടത്. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരുടെ പെരുമാറ്റം, അവരുടെ നാക്ക്, വാക്ക്, ചിന്തകൾ, എന്നോടുള്ള പെരുമാറ്റം, അതിലൂടെ ഞാൻ കണ്ടത്. എന്തിനനുസന്ധാനം ചെയ്യുന്നത്? അവർ ഈ പ്രമാണത്തെ അനുസന്ധാനം ചെയ്യുന്നു. അപ്പോൾ ആ പ്രമാണം നല്ലതായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഖുറാൻ എന്തും കാണുന്നത്. എങ്കിൽ പോലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി തിരുമേനിയുടെ ചരിത്രം, സ്വഹാബികളുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ അറിയാതെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ്, അതിലൂടെ കുറേ കാര്യങ്ങൾ ഈ ഖുറാനുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ, ആയത്തുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. നബി തിരുമേനിയുടെ ജീവചരിത്രവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചര്യയാണല്ലോ ഉള്ളിൽ കയറി വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അറിയാതെ അറിഞ്ഞു. ഖുറാനിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അറിയാതെ അറിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. മലേഷ്യയിലുള്ള ഒരു മുസ്ലിം സ്ത്രീ അവരെന്നെ വിളിച്ചു. അവർ പറഞ്ഞു എനിക്ക് 70 വയസ്സുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ചീത്ത പറയരുത്, അങ്ങ് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സ്ത്രീകളോടൊന്നും ദേഷ്യപ്പെടാറില്ല. അതെ, നിങ്ങളൊരു മുസ്ലിമാണ് കേട്ടോ. അതാണ് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. മുസ്ലിം ആകണമെങ്കിൽ അതിന് വ്യവസ്ഥാതീതമായിട്ടുള്ള ചില രീതികളുണ്ട്, അല്ലാതെയുണ്ട്. ഉള്ളിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമായി. അതാണ് നമ്പർ 1 മുസ്ലിം എന്ന് ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിഷേധാർത്ഥത്തിൽ പറയാണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ വേണ്ടി പിൻവലിച്ചേക്കാം. അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഒന്ന് എൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ഒന്നാണ്, ഏകം സദ്വിപ്രാ ബഹുധാവദന്തി ബ്രഹ്മസത്യം ജഗൻ വിദ്യ. ഈശ്വരന് ഒന്നേ ഉള്ളൂ. ഈശാവാസി വിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശാവാസി ഉപനിഷത്ത് അങ്ങനെ തുടങ്ങുന്നത്. ഈശ്വരൈസേഷൻ വേറെ യുഗോ എവിടെ നോക്കിയാലും അത് തന്നെ. നബി തിരുമേനി ഒരിക്കൽ പറയുന്നുണ്ട്, ഓരോ ജീവന്റെയും ആത്മാവ് എവങ്കലിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സിംഗർണൈസ് ചെയ്ത് ചിന്തിച്ച് നോക്കിയ സമയത്ത് ദേഴ്സ് നോ ബിറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ആൻഡ് ദിസ്. അപ്പോൾ പിന്നെ ഈ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ അറിവുണ്ടല്ലോ, അതായത് ഉപനിഷത്തുകളോട് ഞാൻ സംഭരിച്ചു വെച്ച് 8 വർഷം ഞാൻ ഗുരുഭൂതന്മാരുടെ ഒപ്പം സംഭരിച്ചു വെച്ച് കഷ്ടപ്പെട്ട്
കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ അത് കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കണം. അതവിടെ അവിടുത്തെ കുളി എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പിപ്പോൾ അവിടെ കൊടും തണുപ്പിലാണ്. ആ സമ്പാദിച്ച് വെച്ച അത്രയും സ്വത്ത് ഞാനൊരു സ്ഥലത്ത് ബണ്ടിൽ കെട്ടി വെച്ചിരിക്കുന്നു, കളഞ്ഞില്ല എന്ന് മാത്രം. ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഖുറാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നബി തിരുമേനിയുടെ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പലപ്പോഴും അതിന് ചിന്താപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരും, ദാർശനികമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇത് പറയുന്ന സമയത്ത് ഉപനിഷത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ കറക്റ്റാണ്, യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഠിച്ചറിവുകൾ എന്നെ നഷ്ടപ്പെടുത്തിയില്ല വാസ്തവത്തിൽ. പക്ഷേ അത് ഞാൻ ഒഴുക്കി വിട്ടത് മറ്റൊരു വഴിയിൽ കൂടിയായിരുന്നു എന്ന് മാത്രം. ആർക്കാണോ വേണ്ടത് അതോടല്ലേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആരാണ് വരുന്ന സമയത്ത് സ്വാമി നമസ്കാരം എന്ന് പറയുമ്പോൾ അവിടെയല്ലേ നമുക്ക് തിരിച്ച് നമസ്കാരം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വക്രിച്ചൊരു മുഖം കാണിക്കുന്ന ആളുടെ മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്, എൻ്റെ മുഖം കാണുന്ന ആൾക്കാരുണ്ട്, തലകെട്ട് മുഖം കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അതല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് വാസ്തവത്തിൽ. ലോകത്തിൽ എവിടെ പോയാലും ഇന്നിപ്പോൾ ഞാൻ ദേരയിൽ പോണ സമയത്ത് സ്വാമിയായി എന്നിട്ട് പിന്നാലെ വിളിക്കുന്നത് എവിടെ നമ്മുടെ സ്വാമി ഞാൻ പിടിച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെയാണ് പറയുന്നത്. അതിൽ പല സന്തോഷം. അതല്ലേ വസ്തു വെൽത്ത്. ഞാൻ ചത്താലും ഇന്ന് ചത്താലും ചാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഷ, എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷയാണ്. ഇന്ന് ചത്താലും കുറേ ആൾക്കാർ പറയും ആ സ്വാമി ചത്തു മരിച്ചു കഷ്ടമായി കേട്ടോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് 10 ആളെങ്കിലും സന്തോഷിപ്പിക്കുക, ചത്തുപോകുന്ന സമയത്ത് 10 ആളെ കരയിപ്പിക്കുക. അതാണ് പുണ്യാത്മാവിൻ്റെ ലക്ഷണം. മിനിമം ഇതാണ്. അത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും. അതിൻ്റെ ഏറ്റവും വലിയ നന്ദി ഞാൻ പറയുന്നത് ആരോട്, ഇങ്ങനെ കയറി പോകണം. സ്വഹാബികളുണ്ട്, ഉമർ ബിൻ ഖത്താബിൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹം അബൂബക്കർ അവരാക്കി മാറ്റിയ മോൾഡ് ചെയ്തെടുത്ത എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചത് നിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ എന്താ ഇത്രയും താല്പര്യം, എന്താണ് അതിന് താല്പര്യത്തിന് കാരണം? ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കവിടെ പറഞ്ഞത് ലോകോത്തര ചട്ടമ്പി അങ്ങനെ വഴി കൂടെ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ രൂപമുണ്ട് കേട്ടോ, എല്ലാവരുടെയും രൂപം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 അടി 2 ഇഞ്ച് ഉയരം 120 കിലോ തൂക്കമുള്ള തല മുട്ട അടിച്ചിട്ടുള്ള എപ്പോഴും കയ്യിൽ വാളം പിടിച്ച് നടക്കുന്നവരാണ്. അതാണ് ഉമർ. അതായത് അങ്ങനെ ക്രൂരത മാത്രമേ ചെയ്യുള്ളൂ, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഇഷ്ടമുള്ളവരുടെ അങ്ങനെ സഹായിക്കാറുണ്ട്. വരുന്ന വഴി കൂടെ സ്ത്രീകൾ നടക്കാറില്ല. ആ മനുഷ്യനെ ഒരു പൂച്ചക്കുട്ടിയാക്കി മാറ്റിയ ആളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അത് തല്ലിയിട്ടോ അടിച്ചിട്ടൊന്നുമല്ല, അതായത് പൊട്ടിക്കരയുന്നവനാക്കി മാറ്റിയേ നബി തിരുമേനി. അങ്ങനെ ഒരുപാട് അതിനകത്ത് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ നബി തിരുമേനി മദീന പാക്ട് ഉണ്ടാക്കിയവനാ. ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്നു ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറ പാകി ഒരു ദർശന പരമ്പരയെ തീർത്തു വെച്ചു ലോകമെമ്പാടും. ആ മനുഷ്യൻ ഐഷയുടെ ഒപ്പം ഓട്ട മത്സരത്തിന് പങ്കെടുത്തു, കേട്ടിട്ടുണ്ടോ അത്? അപ്പോൾ ഐഷ ജയിച്ചു അത്രേ. പിന്നത്തെ പ്രാവശ്യം തോറ്റപ്പോൾ ഐഷ പറഞ്ഞു ഞാൻ തോറ്റത് തടി കൂടിയോണ്ടല്ലോ നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നല്ലെന്ന് പറഞ്ഞു. അതും അങ്ങനെ ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിയ ഒരാൾ. അപ്പോൾ ആ അറ്റം വരെ മനസ്സുകൊണ്ട് എല്ലാവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരാളല്ലേ വാസ്തവത്തിൽ പുണ്യാത്മാവ്. ആ ഒരു കൂട്ട് അതിനറിയാൻ കഴിഞ്ഞതും അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞതുമാണ് എൻ്റെ ഈ ജന്മത്തിലെ ഇതുവരെയുള്ള എൻ്റെ 66 വയസ്സുണ്ട്, ഇതുവരെയുള്ള എൻ്റെ ജന്മത്തിൻ്റെ സമ്പാദ്യം അത് മാത്രമാണ്. ഇതാണ് എനിക്ക് ഏകദേശം പറയാനുള്ളത്. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഏകദേശ രൂപത്തിൽ നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത് മാത്രമാണ്. എല്ലാവർക്കും ലഭിക്കുന്നതായ നമസ്കാരം. കോട്ടക്കുന്നല്ലേ അവിടെ ഒരു സദസ്സുണ്ടായിരുന്നു, മറ്റേ ഇതിൻ്റെ ഈ എന്താണ് പറയുക, മറ്റേ ബാങ്ക് ഓഡിറ്റോറിയം. ആദ്യത്തെ ചോദ്യം എന്താ അറിയോ, നിങ്ങളെ തടി വെച്ചു. അപ്പോൾ ഞാൻ പറയുന്നതിന് കൂടുതൽ പറഞ്ഞ ഇറച്ചിമീനൊന്നും കഴിക്കില്ല. വളരെ പ്രായം സ്ത്രീയാണ്. നിങ്ങളിങ്ങനെ തടി വെച്ചെന്ന് അതെനിക്ക് വിശദീകരിച്ചു. എൻ്റെ മക്കൾക്കൊന്നും തടിയില്ല എന്ന്. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് കുഞ്ഞിയ ചോദ്യങ്ങൾ ചോദിക്കുക അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരും ആസ്വദിക്കുകയും ചെയ്തു. ഇതും കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് ഓരോരുത്തർ കളിയാക്കുണ്ടായിരുന്നു വെള്ളം പറഞ്ഞിട്ട്. ഞാൻ തൃശ്ശൂർ അയ്യന്തോള് സിറ്റിസൺ ആയിരുന്നു. എവിടെയാണ്? ഞാൻ ഗ്രൗണ്ടിന്റെ അവിടെയാണ്. ഒരു സാന്ദർഭികമായിട്ട് പഠിച്ച് അതിലൂടെ കുറെ മനസ്സിലാക്കി. അപ്പോൾ അങ്ങയുടെ ഇപ്പോൾ ഇസ്ലാം മതത്തിന്റെ ആ കാഴ്ചപ്പാടും ഒരു ഹൈന്ദവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതും തമ്മിലൊരു കമ്പാരിസൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ആ കമ്പാരിസൺ ഏകദേശം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കും. അതായത് ഇതിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ, അതായത് ഒരു അതിരിക്കോട്ടെ, ഒരു വേദാന്തിയായിട്ടുള്ള ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ അതിനെ വിശദീകരിക്കുക. നബി തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്,
എന്നിലിരിക്കുന്ന എൻ്റെ ആത്മാവ് എവങ്കലിലിരിക്കുന്നുവോ അവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തത്വമസി. ദാറ്റ് ദൗ ആർട്ട്. അത് തന്നെയാണ് സത്യം. നീ തന്നെയാണ് അത് അൾട്ടിമേറ്റ്ലി. ഈ കാണുന്ന മനോബുദ്ധി അഹങ്കാരാദി കാര്യങ്ങൾ, ഒരു ശങ്കരാചാര്യ ശ്ലോകമുണ്ട്, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ഉയരം, നമ്മളുടെ ജാതി, നമ്മളുടെ മറ്റേ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ ഉയരം, തടി, ഇതാണ് നമ്മളെന്നാ വിചാരിക്കുന്നത്. അത് മണ്ണിൽ നിന്നുണ്ടാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നത്ര മാത്രം. ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു, ഒരു കാലത്ത് നിലനിൽക്കും, അത് കഴിഞ്ഞ് പോകും. ബാക്കി എന്താ അവശേഷിക്കുന്നു? ആ സത്യം തിരിച്ചറിഞ്ഞവൻ ഭാഗ്യവാൻ. ആ സത്യം തന്നെയാണ് അവങ്കലിലേക്ക് ഇരിക്കുന്നത് അർത്ഥം. അപ്പൊ ഇതിനെ നമുക്ക് സിംഗർനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, എൻ്റെ ആത്മാവ് എവങ്കലിലിരിക്കുന്നുവോ, എൻ്റെ ആത്മാവ് തന്നെയാണ് അത് എന്നിത്യാദി കാര്യങ്ങൾ എത്ര 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 മറ്റേ ഒരേ റേപ്പാളം പോലെ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നതെന്ന് അർത്ഥം. പിന്നെ മാത്രമല്ല, ഒരു പ്രത്യക്ഷത്തിൽ പറയുന്ന നമ്മളതിൻ്റെ പ്രമാണങ്ങളൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിനകത്ത് ബഹുദേവതാരാധന വിധിച്ചിട്ടില്ല. ഐഡൽ വർഷിപ്പ് അല്ല അവിടെ. ത്രൂ ഐഡൽ വി ആർ വർഷിപ്പിംഗ്. വി ആർ എന്നല്ല, ത്രൂ ഐഡൽ, അതാണ് പ്രമാണം. ത്രൂ ഐഡൽ വർഷിപ്പിംഗ് ഈസ് ഗോയിങ് ഓൺ. ദാറ്റ്സ് എൻ ഐഡിയൽ വർഷിപ്പ്. ദാറ്റ്സ് നോ ഐഡൽ വർഷിപ്പ്. ത്രൂ ഐഡൽ, അതായത് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ വൈറ്റില ജംഗ്ഷനിൽ ചെന്ന് ചോദിക്കും, ഒരു പോലീസുകാരൻ ചോദിക്കും, കോട്ടയത്ത് എങ്ങനെയാണ് പോവുക? അത് കിഴക്കോട്ട് തിരിഞ്ഞോളൂ. തിരുവനന്തപുരത്തേക്കോ അത് നേരിട്ട് പോയിക്കോളും. എറണാകുളത്തേക്കോ അത് പടിഞ്ഞാട്ട് പോയിക്കോളും. അയാളല്ല ദൈവം, അയാളെ ചൂണ്ടിക്കാണിച്ചു തരുന്നവനാ. അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം. ആ ബോർഡാണ് പ്രതിമ. പ്രതിമീയതേ യയാസ പ്രതിമ, അതായത് യയാസ പ്രതിമ ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രതിമ. പ്രതിമയല്ല സത്യം. പക്ഷെ ആ പ്രതിമയെ സത്യമായിട്ട് കണ്ട കുറെ ആൾക്കാർ അതിന്റെ പുറകിൽ കൂടി, അത് കുറേശ്ശികളും പണ്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, വീണ്ടും ഞാൻ ഇതൊക്കെയും പറയുമ്പോൾ എനിക്ക് രാജകുമാരി ഭയങ്കര പേടിയാണ്. ക്രിസ്ത്യാനികളൊക്കെ എന്താ ചെയ്യുന്നു? ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലുള്ള ഒന്നും അവനല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആകാശത്തിലെയും ഭൂമിയിലെല്ലാം കഴിഞ്ഞപ്പോൾ വർഷാവർഷം ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടെ അവർ സത്യം പറഞ്ഞ പാതകം ചെയ്യുന്നത്? അവരെ പ്രമാണം. എന്താ അവരെ പ്രമാണം? അവർക്ക് തന്നെ അറിയാത്ത അവരിപ്പോൾ കാണുന്നത് പൈസ എന്നുള്ള രീതിയിലായി മാറിയില്ലേ പ്രമാണ കാര്യങ്ങൾ. അവരെ തന്നെ ആൾക്കാരെ എതിരിടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങളെ എത്താതിരുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് കിഴങ്ങെന്ന് വിളിച്ചില്ലേ ജാമിദ് ടീച്ചർ, ആ മനുഷ്യന്റെ ബുദ്ധി. അന്നേ അവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ, അന്ന് യമനിലൊക്കെ സൂപ്പറായിട്ട് ഫോട്ടോ വരയ്ക്കും. മൈക്കലാഞ്ചലോയ്ക്ക് ഇവരുടെ മുമ്പിലുണ്ടായിരുന്ന ആളല്ലേ. പേഴ്സിലും പിടിക്കും, പരവതാനിയുമേ ആളെ പിടിച്ചെടുക്കാവുന്ന രൂപയിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളുടെ തലങ്ങൾ ഒക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അന്ന് അദ്ദേഹം ഒരു ഫോട്ടോ അവിടെ വരച്ചു വെച്ചിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. മമ്മൂട്ടിയുടെ പോലെയുള്ള മുഹമ്മദ് നബി, മോഹൻലാലിന്റെ പോലെയുള്ള മുഹമ്മദ് നബി, ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. മറ്റേ തൃശ്ശൂർ പാർമേക്കാവ് ക്ഷേത്രത്തിൽ ദേവിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ അവിടെ കേക്കമാനം പറയാ, ഷീലയുടെ മോശമായി ആയിക്കോട്ടെ എന്തോ വേറൊരാൾ ശാന്തയെന്ന് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് ദേവീദേവന്മാരെ വരച്ചു വയ്ക്കുന്നത്. ഞാൻ അവിടെ പോയി പറയുന്ന കാര്യങ്ങളാണ്. തൃശ്ശൂർ ഇത് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും കത്തിപ്പോകുന്നവരെ തൃശ്ശൂരും നന്നാവില്ല. അത് കേൾക്കാനിരിക്കുന്നതിൽ കേൾക്കാനുണ്ട്. പറഞ്ഞു ശരിയല്ലേ അവർ പറയുന്നത്. പക്ഷെ എന്നാലും എന്താ ചെയ്യുന്നത്? അതങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ല, ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ എനിക്കറിയില്ല എൻ്റെ പ്രാരാബ്ദം എന്ന് ദുര്യോധനം പറഞ്ഞ പോലെ. ഇന്നും ഹിന്ദു വർഗത്തെ എല്ലാവർക്കും അറിയാം. ദേവതാരാധനയാണ് സത്യം നമുക്കറിയാം. എങ്കിൽ പോലും ഈ പാട്ട് വെച്ചും അത് വെച്ചും ഇത് വെച്ചും ഗുരുവായൂരപ്പച്ചൻ പിന്നെ ഒരാൾ കാട്ടിൽ കയറിയിട്ട് അയാളെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അവിടെ ഹരിപ്പാട് പോയിട്ട് അതിന് പോലീസ് കേസൊക്കെ അവിടെ പോകും. കേസ് ഒരു മൂലയ്ക്ക് പോകും. ഞാൻ ഇയാൾക്ക് വല്ല ചെങ്ങന്നൂരോ അല്ലെങ്കിൽ പറയാം ഹരിപ്പാട് വന്നിരുന്നൂടെ, ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് കാടിനെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു അയ്യപ്പൻ. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഇത് ആരംഭിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ആരംഭിച്ചു. ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ സീസൺ ആരംഭിച്ചു ഇന്നും ഞങ്ങളെ അത് ഹിന്ദു ദൈവവാസത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് കെട്ട് മുറുക്കി വെച്ചു. ഏകദേവതാരാധന കെട്ട് മുറുക്കി വെച്ചു. അത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പും ആ സങ്കല്പമുണ്ട്. എങ്കിൽ പോലും അവിത്തിരുമേനി അതിനൊന്നുകൂടി ഉദ്ധരിച്ചു എന്നർത്ഥം. അത്രേ പറയാൻ പറ്റുള്ളൂ. സങ്കല്പം എന്നും ഉണ്ട്. അതുകൊണ്ട് ഈ സങ്കല്പം ഉണ്ടായിരുന്ന അവിത്തിരുമേനി ഞാൻ പറയുന്നില്ല, വിഡിത്തം ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒന്നുകൂടി അതിനെ തന്റെ കീഴാദികൾക്കായിട്ട് ഒന്നുകൂടി മുറുക്കി വെച്ച് ഉരുക്ക് പെട്ടിക്കകത്ത് കൂട്ടിവെച്ചു. ഒന്നേ ഉള്ളൂ, രണ്ടാമതില്ല. അതായത് ആരാധന അള്ളാഹുവിന് മാത്രം, വേറെ ആർക്കും നിങ്ങൾ സ്നേഹിച്ചോളും ബഹുമാനിച്ചോളും. ആരാധന അള്ളാഹുവിന് മാത്രം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, വേറെ ആർക്കും ഇല്ല. 100 വട്ടം പറഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ
ഈ ഹിന്ദുക്കളുടെ പോലെയും മറ്റുള്ളവരെ പോലെ ആയി തീർന്നേരം മുസ്ലിമും. രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ മുഖത്ത് നശൂൽ എന്ന് പറഞ്ഞ് എന്നെ കാണാൻ കൊള്ളാവുന്ന ഒരാളാണ്. നശൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ ശൂദ്രനാത്ര, ഞാൻ നായരാണേ. ഇതാണ് സ്ഥിതി. എന്നെപ്പോലൊരാൾ ഹിന്ദു മതം ഈ രീതിയിൽ ശൂദ്രനായിട്ട് തള്ളിക്കളയുന്ന മറ്റുള്ള പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താ വാസ്തവത്തിൽ? ആ ഒരു സംഭവം ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇന്നും അത് നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം. ബിലാലിനെ പിടിച്ചു, അതങ്ങനെ അടിമയാണ്, കറുത്തവനാണ്, അറബിയല്ല, ഐഥോപ്യക്കാരനാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് തോളത്ത് കയറ്റി നോക്കി പറയുന്നുണ്ട് എവിടെയോ വെച്ചിട്ട്, എന്നാൽ ഇതുകൂടെ കയറി പോയിക്കോ, അതും പറയുന്നുണ്ട്. ചിലർ നിഷേധിക്കുന്നുണ്ട്. എനിവേ അദ്ദേഹത്തോട് നിന്റെ ശബ്ദം നല്ല ശബ്ദമാണ്, നീ വാങ്ങോളിച്ചാൽ മതി. ഒരാൾ ഇതിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനം, ഇവിടെ കറുത്തവനുമില്ല, വെളുത്തവനുമില്ല, കുറിയവനുമില്ല, വലിയവനുമില്ല. UAE വന്നപ്പോൾ ഇവിടുത്തെ മഹാരാജാവ് പോലും മത്തിക്കടയിൽ പോയിട്ട് എന്തായാലും പറയും മീൻ കടയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിയില്ല. കാരണം എന്താ അറിയുമോ, അദ്ദേഹത്തിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു, ഉമർ ബിൻ ഖത്താബ്. അവരൊക്കെയല്ലേ ഇവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് അപ്പുറം മാറിപ്പോകാൻ പറ്റില്ലല്ലോ വാസ്തവത്തിൽ. ഇന്ന് രാജാവിൻ്റെ ജോലി ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ മറ്റുള്ള വിവിധ ജോലികൾ ചെയ്യുന്നു മാത്രം. ആ ഒരു സാഹചര്യത്തിൽ ഇവരേക്ക് എത്തിച്ചതിൻ്റെ പുറകിലും ആ ഒരു മനുഷ്യനാവുന്നത് അർത്ഥം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതനെന്നോ അവസാനത്തെ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത് അത്ഭുതമില്ല. ഒരാൾ എന്നോട് ചോദിച്ചു,